അപ്പോൾ പീക്ക് ലെവൽ ഓഫ് ഫ്രസ്ട്രേഷൻ ക്യാൻ ലീഡ് us ടു ദ പീക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അമൽ നീരദ് സിനിമകൾ എന്നും എൻ്റെ ഫേവറേറ്റ് ആണ്. അതൊരു ആക്ഷൻ സിനിമയായിരിക്കും, അതിനകത്ത് മാസ് എലമെന്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻസ് തന്നെയാണ് കാരണം. അങ്ങനെ ഇത്തവണ പുള്ളി വരുന്നത് ഫഹദ് ഫാസിലുമായി. ഇതിനു മുൻപ് ഇതേ കൂട്ടുകെട്ട് ഒരുമിച്ച ഇയോബ് ഒരു ക്ലാസിക് സംഭവം തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു റെട്രോ കാലഘട്ടമല്ല, കാര്യങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ മോഡേൺ ആണ്. അങ്ങനെ പടം തുടങ്ങി ഒന്ന് രണ്ട് നല്ല പാട്ടുകളുണ്ട് എന്നല്ലാതെ ഒരു ഭയങ്കര ഹൈ മൊമെന്റ് ഒന്നും സിനിമയിൽ വരുന്നില്ല. ആൻഡ് സിനിമ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് മനസ്സിലാവുന്നത് നായകനെ അപേക്ഷിച്ച് വളരെ സ്ട്രോങ് സെറ്റ് ഓഫ് വില്ലന്മാരാണ് ഇവിടെ ഉള്ളത്, ശക്തിയിലും സ്വഭാവത്തിലും ആൾബലത്തിലും. അങ്ങനെ കണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വില്ലന്മാർ സ്കോർ ചെയ്തുകൊണ്ട് പടം മുന്നോട്ട് പോകുന്നു. ഒടുക്കം സിനിമയിലെ നായികയുടെ അവസ്ഥ എന്താണോ, അവരുടെ മൈൻഡ് സെറ്റ് എന്താണോ, അതിനോടൊപ്പം ചേർന്ന് മാത്രമേ നമുക്കും ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഒരു ഘട്ടത്തിൽ ഇതൊരു അമൽ നീരദ് പടമാണ്, ഇനിയൊരു ഫൈറ്റ് വരും എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ എടുത്തു പോകും. കാരണം നായകൻ അങ്ങനെ ഒരു യൂസ്ലെസ് ആണ്. ഒടുക്കം ഈ നായകന്റെ വീട്ടിലേക്ക് അഭയം തേടിക്കൊണ്ട് ആരോരുമില്ലാത്ത ഒരു അമ്മയും അവരുടെ മകനും എത്തുന്നു. ഇപ്പൊ ഇവരടക്കം നായകനെ സംരക്ഷിക്കാനുള്ളത് 3 പേരെ. പക്ഷെ സ്വന്തം ഭാര്യയെ വരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഇയാൾ എന്ത് ചെയ്യാൻ? ആൻഡ് ഇവരെ 4 പേരെയും നോക്കി വരുന്നത് ഒരേ സെറ്റ് ഓഫ് വില്ലന്മാര് തന്നെ. അങ്ങനെ വില്ലന്മാരൊക്കെ പൂട്ടിക്കിടക്കുന്ന വീടിന്റെ മുറ്റത്ത് നിരന്ന് നിൽക്കുന്നു. ആൻഡ് അപ്രതീക്ഷിതമായി അതുവരെ കാണാത്തൊരു ഭാവത്തിലും ബോഡി ലാംഗ്വേജിലും നമ്മുടെ നായകൻ ഡോറ് തുറന്നു വരികയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന ഓരോ ചവിട്ടിനും വെട്ടിനും തീപിടുത്തത്തിനും ഒക്കെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കരമായിരുന്നു. എന്തിന് ഞാൻ നിങ്ങളുടെയൊക്കെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്തു എന്ന് അമൽ നീരദ് നമുക്ക് കാണിച്ചു തന്ന രംഗങ്ങൾ. ഇങ്ങനെയാണെങ്കിലും ഒരു ഘട്ടത്തിൽ എല്ലാവരെയും തീർത്ത് നായകൻ ഇവരുമായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നും നമുക്കുണ്ടാവും. പക്ഷെ അത് സംഭവിക്കുന്നില്ല. നായകന്റെ ഒരു സെറ്റ് ഓഫ് ബ്രൂട്ടൽ അഴിഞ്ഞാട്ടത്തിന് ശേഷം വില്ലന്മാർ അയാളെ കീഴ്പ്പെടുത്തുന്നു. പക്ഷെ അവിടെ സീനിലേക്ക് അതിജീവിതയുടെ രംഗപ്രവേശനം, അതിനോടൊപ്പം ആ സഡൻ ഷിഫ്റ്റ് ഓഫ് റിതം മനസ്സിലാക്കി വീണ് കിടന്നിരുന്ന നായകന്റെ ഒരു മാസീവ് റിസർജൻസും, അങ്ങനെ ആകെ മൊത്തം പറഞ്ഞ ഒരു ഞെട്ടിച്ച ക്ലൈമാക്സ്. ഇതിനു മുൻപോ ഇതിനു ശേഷമോ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല. ഞാൻ മുൻപൊരു വീഡിയോയിൽ രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞതുപോലെ വരത്തന്റെ കഥ പറഞ്ഞ രീതി എന്ന് പറയുന്നത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഫോർമാറ്റ് ആണ്. അത് ഇനി റീയൂസ് ചെയ്താൽ വർക്കാവില്ല. സോ ദിസ് വാസ് വൺ ആൻഡ് ഓൺലി പീസ്.